യൂത്തന്മാരുടെ ക്യാമറ സമര നാടകങ്ങളുടെ മറവിൽ പോലീസിന്റെ അടുത്ത് പട്ടി ഷോ കാണിച്ച എങ്ങനെ ഇരിക്കും? ദേ ഒന്ന് കണ്ടേ. കനകോലു പ്രോജക്റ്റ് നടപ്പാക്കുകയാണ്. വീണ് കിട്ടിയ ഒരു മരണം, അതിനെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് സതീശന്റെ നിർദ്ദേശമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വിഷയം തണുത്തു പോകാതെ വാർത്തകളിൽ നിറച്ചു നിർത്തണം. അവരുടെ കച്ചവടവും നമ്മളുടെ ആഗ്രഹവും ഒരുപോലെ സബലീകരിക്കാനുള്ള അവസരമാണ്. അതിനുവേണ്ടിയാണ് കുറച്ചു പേരെ ഇറക്കി വിട്ടത്. ഒന്നും നോക്കണ്ട, പോലീസിനെ വരെ കയറി അടിച്ചോ എന്നുള്ളതാണ് കനകോലുവിൻ്റെ കണകണ ഉപദേശം. അത് നടപ്പാക്കിയതാണ്. പോലീസുകാരെ ഇടിക്കാൻ കയറിയവന് പിന്നെ എന്താണ് കൊടുക്കേണ്ടത്? കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. സമരമെന്ന് പറഞ്ഞാൽ ആഭാസത്തരവും തെമ്മാടിത്തവും കാണിക്കലല്ല, അല്ലെങ്കിൽ പോലീസുകാരുടെ നെഞ്ചത്ത് നിന്ന് കയറലല്ല. അതുകൂടി കാട്ടിയാലേ ചാനൽ ക്യാമറകളിൽ വരുമ്പോൾ ഹീറോയിസ്റ്റിക് പദവി കിട്ടുള്ളൂ. നിങ്ങളുടെ ഹീറോ ഇങ്ങനെയൊക്കെ ആണ് എന്ന് കാണിക്കാൻ ശ്രമിച്ചതാണ്. ഏറ്റവും ഒടുവിൽ കനകോലു കൺവീനറുടെ തോളിൽ തന്നെ കിടന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഡയലോഗ് കാച്ചുകയാണ്. കണ്ടോ, ഇത് കണ്ടോ? ഒന്നും കാണാനില്ല, കുറഞ്ഞുപോയി എന്ന് വേണം പറയാൻ. അതായത് തെമ്മാടിത്തവും തോന്നിവാസവും കാണിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ പോലീസ് ഒന്നുകൂടി കൈകാര്യം ചെയ്ത് വിടണമായിരുന്നു. കാര്യം ഇനി മേലാൽ ഇമാതിരി തോന്നിവാസം കാണിക്കാനായിട്ട് കൈ പൊങ്ങരുത്, അല്ലെങ്കിൽ മുതിരരുത്. കാര്യം പോലീസിനോട് തോന്നിവാസം കാണിക്കുകയോ നിയമം കയ്യിലെടുക്കാനെന്നും ഒരു യൂത്തനും ഈ നാട്ടിൽ അവകാശമില്ല. സമരവും പ്രതിഷേധത്തെയൊന്നും ആരും എതിർക്കുന്നില്ല. അതൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം അംഗീകരിക്കുന്നത് തന്നെയാണ് ഈ നാടിൻ്റെ രീതി. പക്ഷെ അതിൻ്റെ മറവിൽ കുറെ ക്യാമറകളെ അണിനിരത്തി എൻ്റെ ഷോ, എൻ്റെ പ്രത്യേക പെർഫോമൻസ് ഒക്കെ ഇറക്കാൻ ശ്രമിച്ചാൽ വിവരമറിയും എന്നുള്ളതിന് തെളിവ് കൂടിയാണ് ആ ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്. ഇനിയിപ്പോ വച്ചനത്ത ആര് കാണും? ആരും കാണില്ല. ലൈറ്റ് ഓഫ് ചെയ്താൽ നിഴല് പോലും കാണില്ല. വെച്ചനത്തുക. അതിന്റെ വരുംകാല പ്രതിവിധികൾ പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചല്ലോ, ദൃശ്യങ്ങൾ പുറത്തു വന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ വരും. അതിന് പിന്നെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇമാതിരിയൊക്കെ സിനിമാ സ്റ്റൈലൊക്കെ വന്ന് പോലീസിന് നേരെ ഇറക്കിയുള്ള അനുഭവം ഇതായിരിക്കുമെന്നുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ് ആ ദൃശ്യത്തിനൊടുവിലുള്ള ബാക്ക് സ്ക്രീനിൽ AP അനിൽകുമാറിന്റെ തോളിൽ കിടക്കുന്ന ആ സമ്മാനമെന്ന് പറയേണ്ടി വരികയാണ്. ഉണ്ണി വാവാവോ